എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റർടൈൻമെന്റ് കിഴി റിയാക്ഷൻ ആണ്, എക്സ്പീരിയൻസ് ആണ്. അതായത് നമുക്ക് സാധനം കാണുമ്പോൾ നമ്മുടെ മുഖത്ത് വരുന്നൊരു റിയാക്ഷൻ ഉണ്ടല്ലോ, ആ സാധനം എന്താണെന്നുള്ളത് പറഞ്ഞു തരാൻ വന്നതാണ്. അത് ഇന്നലെ അത് നമുക്ക് ശരിയായ രീതിയിൽ അങ്ങ് കാണിക്കാൻ പറ്റില്ല, കാരണം ഒരു ഉറക്കപ്പിച്ചുണ്ടായിരുന്നു. ഏത് ഭരവ് സിനിമയുടെ റിവ്യൂ ഇട്ടപ്പോൾ തീർച്ചയായിട്ടും നന്നായിട്ടുണ്ടായിരുന്നു. വെറുതെ പറഞ്ഞ കേട്ടോ. എന്തായാലും ഉറക്കത്തിലേക്ക് ഇപ്പോൾ വീഴും എന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു, പക്ഷെ ഉറങ്ങിയില്ല, പിടിച്ചു നിന്നു. അത് ഉറങ്ങാൻ പറ്റൂലല്ലോ, ഇത് പറയണ്ടേ, അതിന്റെ അവസ്ഥ അതുകൊണ്ടായിരുന്നു. അല്ലാണ്ട് ഉറക്കം വരാഞ്ഞിട്ടല്ല, നമ്മുടെ ഉത്തരവാദിത്വ ബോധം അതെ, അത് നമ്മളെ ഉറക്കാൻ അനുവദിച്ചിട്ടില്ല. സത്യമായിട്ട്. ഓക്കെ, എന്തായാലും ഒരുപാട് വളരെ മികച്ച കമന്റ്സ് ആണ് നമ്മുടെ റിവ്യൂവിന് താഴെ വരുന്നത് കേട്ടോ. നമ്മുടെ കമന്റ് സെക്ഷനിലോട്ട് നോക്കുമ്പോൾ നല്ല രസമുണ്ട്. അതെ, ഒരു രസമുള്ളൊരു കമന്റ് ഉണ്ടായിരുന്നു. അതായത് ഇത് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സിനിമയാണെന്നുള്ളതാണല്ലോ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ശരിയാണല്ലോ, അഹമ്മദ് കുട്ടി, കൃഷ്ണൻകുട്ടി, എല്ലാ കുട്ടികളും പോയിട്ടുണ്ട്. അതൊരു സത്യം. അതിൽ ഈ അഹമ്മദ് കുട്ടി എന്ന് പറയുമ്പോഴേ ശരിക്കും നമ്മുടെ മമ്മൂട്ടി അല്ലേ? അതെ അതെ അതെ, അതാണ്. മൂപ്പരുണ്ടതില്ലേ, മൂപ്പര് കാമ്യോ അല്ലെങ്കിലും വാർത്തായിട്ടുണ്ട് അതില്. ഇനി വേറൊരു കമന്റിന്റെ കാര്യം പറഞ്ഞപ്പോൾ മറ്റൊരു കമന്റ് ഉണ്ടായിരുന്നു. അതായത് മറ്റേ കേരള ബ്ലാസ്റ്റേഴ്സും ലാലേട്ടനും ഒരേപോലെയാണ്. കാരണം കേരള ബ്ലാസ്റ്റേഴ്സ് ഓരോ കളിക്ക് മുന്നോട്ട് വരുമ്പോഴും അല്ലെങ്കിൽ കളി തുടങ്ങുമ്പോഴും നമ്മുടെ ഒക്കെ ഉള്ളിലൊരു സംഭവം, ഇന്ന് കളി ജയിക്കും, അതാണ് ഭയങ്കര പ്രതീക്ഷയാണ്. ഇതേപോലെ തന്നെയാണ് ലാലേട്ടന്റെ സിനിമ വരുമ്പോൾ. എത്ര സിനിമ ഫ്ലോപ്പായി എന്ന് പറഞ്ഞാലും അടുത്ത സിനിമ ലാലേട്ടന്റെ വരുമ്പോൾ ഇതിങ്ങേര് പൊളിക്കും, ആ സാധനമാണ് ഉള്ളിൽ വരിക. എത്ര പരാജയപ്പെട്ടാലും അടുത്ത കളിയിൽ ജയിക്കുമെന്നുള്ള ആ ഒരു പ്രതീക്ഷ, അതെന്താന്ന് അറിഞ്ഞൂടാ. പക്ഷെ വേറെ കാര്യമുണ്ട്, കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ചില കളി വളരെ വിരസമായ, വളരെ മോശമായിട്ടുള്ള, ഒരു പ്ലേയേഴ്സ് നല്ല രീതിയിൽ കളിക്കാത്ത കളികളുണ്ടാവും. അതുപോലെ ആളുടേത് വരും. ചില സമയങ്ങളിൽ കിടിലൻ കളിയായിരിക്കും, പക്ഷെ റിസൾട്ട് ലാസ്റ്റ് പരാജയമായിരിക്കും. കളി മൊത്തത്തിൽ നോക്കി കഴിഞ്ഞാൽ പൊട്ടിയിട്ടുണ്ടാവും. അങ്ങനത്തെ ഒരു അവസ്ഥ. ശരി കേട്ടോ, എല്ലാം കൊണ്ടും ബ്ലാസ്റ്റേഴ്സിന്റെ ആ ഒരു ഉപമ വളരെ കറക്റ്റ് ആയിരുന്നു ലാലേട്ടനായിട്ട്. നമുക്ക് ലാലേട്ടൻ സിനിമ എന്ന് പറയുമ്പോൾ ഇനി എത്രയൊക്കെ പറഞ്ഞാലും, ഇതിപ്പോ കുട്ടികൾക്കുള്ള സിനിമയായിരുന്നു എന്ന് പറഞ്ഞാൽ പോലും ലാലേട്ടനാണോ? അതെ, അതാണ്, അത് ഭയങ്കര ഒരു പ്രതീക്ഷ തന്നെയാണ് കൊടുക്കുന്നത്. ലാലേട്ടൻ പറഞ്ഞിട്ടില്ലേ, അതായത് 1630 ദിവസം ഇതിന് ഷൂട്ടിന് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടെന്നുള്ളതാണ് ഇതിന്റെ എഫേർട്ട്. ഇത്രയും ദിവസമോ? ഇത്രയും ദിവസം എടുത്തു കഴിഞ്ഞാൽ അത്ര ഗംഭീരമായിട്ടുള്ളൊരു ഔട്ടാണ് ശരിക്കും വരേണ്ടത്. അല്ലെങ്കിൽ ആള് പറഞ്ഞെന്താണെന്നറിയോ, അതായത് ശരിക്കും മോക്ഷം കിട്ടിയിരിക്കുന്നത് എനിക്കാണ്. അപ്പോൾ നമുക്ക് പറയാൻ തോന്നിയത് എന്താ അറിയോ, ശരിക്കും ലാലേട്ടനല്ല, ഞങ്ങൾക്കായിരുന്നു മോക്ഷം കിട്ടിയത്. സിനിമ തീർന്നപ്പോൾ, സിനിമ ഇങ്ങോട്ട് തീരുന്ന സമയത്ത് ഒരു മോക്ഷപ്രാപ്തി ഉണ്ടായിരുന്നു. അതൊന്നും സമ്മതിച്ചു തരാണ്ടിരിക്കാൻ പറ്റൂല കേട്ടോ, സത്യമായിട്ട്. പിന്നെ പല ആൾക്കാരും പറയുന്നുണ്ട്, പല കമന്റും വന്നിട്ടുണ്ട്, നിങ്ങൾ കുട്ടികൾക്കുള്ള സിനിമ കുട്ടികളായിട്ട് അല്ലെങ്കിൽ കുട്ടികൾ ആ ഒരു മൈൻഡിൽ കാണണം എന്നുള്ളതൊക്കെ. അപ്പം നമുക്ക് അങ്ങനെ ഉള്ളിൽ തോന്നിയൊരു സംഭവമാണ്. ഇപ്പം രസതന്ത്രം എന്ന് പറഞ്ഞ സിനിമ, അത് ആശാരി പണി ചെയ്യുന്ന ആളായിട്ടായിരുന്നു ലാലേട്ടൻ. ആശാരിമാര് മാത്രം പോയിട്ടാണ് ആ സിനിമ വിജയിച്ചത്. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന ട്രെൻഡാണിത്. അതായത് ഇപ്പോൾ ഇത് കുട്ടികൾക്ക് വേണ്ടിയുള്ള സിനിമ, അപ്പോൾ കുട്ടികൾ കാണുക, ആ രീതിയിൽ അതിനെ സമീപിക്കണം എന്നുള്ള രീതിയിൽ. പിന്നെ ഇപ്പോൾ ഉദാഹരണം പറയാം, തുടരും സിനിമ വരുന്നുണ്ട്, ജനുവരി 30 സിനിമ റിലീസ് നിൽക്കുകയാണ്. ലാലേട്ടൻ്റെ സിനിമ തന്നെയാണ്. അപ്പോൾ അതിൽ ടാക്സി ഡ്രൈവറായിട്ടാണ്. അപ്പോൾ ഇത് ടാക്സി ഡ്രൈവേഴ്സിനുള്ള സിനിമയാണ്. അവർ മാത്രം അതിനെ കാണാൻ പാടുള്ളൂ, അഭിപ്രായം പറയാൻ പാടുള്ളൂ. അപ്പോൾ നമ്മൾ അഭിപ്രായം പറയുമ്പോൾ, നീയൊക്കെ ടാക്സി ഡ്രൈവറാണോടാ, നിനക്ക് ആ രീതിയിൽ അതെന്താണ് പരിപാടി? ഏത് ജോണറാണോ വരുന്നത്, ഏത് വിഭാഗത്തിലാണോ വരുന്നത്, അവര് മാത്രമാണോ സിനിമ കാണുന്നത്? അല്ല, അതാദ്യം മനസ്സിലാക്കുക. ഇത് കുട്ടികൾക്കുള്ളതാണെങ്കിലും വലിയവരും പോയി ഇരുന്ന് കാണും. കുട്ടികൾക്കുള്ള സിനിമ നിർമ്മിക്കുന്നത് ആരാ? കുട്ടികളാണോ അത് ചെയ്തിട്ടുള്ളത്? അതെ, അല്ലല്ലോ. അത് ചിന്തിച്ചാൽ, ഇനി കുട്ടികൾക്കുള്ള സിനിമയാണെങ്കിൽ ഇത് കുട്ടികൾക്കുള്ള സിനിമ, ഈ ബാരോസ് കുട്ടികൾക്കുള്ള സിനിമയാണോ? നിങ്ങൾ സിനിമ കണ്ടവർ പറയും. ഞാൻ പറയണില്ല, സ്പോയിലർ ആണ്, എന്നാലും പറഞ്ഞു, നേക്കറായിട്ട് ആൾ കിടക്കുന്നുണ്ട് അതില്, ഇല്ലേ? അതാണ് കുട്ടികൾക്ക് ഒരുക്കുന്ന സിനിമകളിൽ അങ്ങനെയാണോ? സത്യം, ഇതിനകത്ത് കുറേ സംഭവങ്ങളുണ്ട്. ഇനിയിപ്പോ കുട്ടികൾക്ക് വേണ്ടി ആണെങ്കിൽ പോലും നമ്മൾ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ കാർട്ടൂൺ അങ്ങനത്തെ സാധനങ്ങളായിരിക്കും കൂടുതലായിട്ട്. അതാണ് പിള്ളേർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു രീതി. അങ്ങനത്തെ ഒക്കെ സംഭവങ്ങളാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഇത് അങ്ങനത്തെ സംഭവങ്ങൾ കുറച്ചേ ഉള്ളൂ. ആ ഒരു സോങ്ങിന്റെ സമയത്ത് മാത്രമാണ് അങ്ങനത്തെ സംഭവങ്ങളുള്ളൂ. അല്ലാതെ അതിനകത്ത് അഭിനയിച്ചിരിക്കുന്ന മൊത്തം വലിയ ആൾക്കാരല്ലേ, ആകെ ഒരു കുട്ടിയേ ഉള്ളൂ. പിന്നെ ഇനി വേറെ ചോദ്യം ഉണ്ടായിരുന്നേ, അതായത് എന്താണ് നിങ്ങൾ മേക്കിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, എന്താണ് ഈ ക്രാഫ്റ്റിംഗ്, എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള മേക്കിംഗ്? ഇതിൽ മേക്കിംഗ് വളരെ മോശമായിരുന്നു, ഡയറക്ഷൻ വളരെ മോശമായിരുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം. ഞങ്ങളത് പറഞ്ഞിട്ടുണ്ട്. അത് വേണമെങ്കിൽ ഉദാഹരണം പറയാം. ഇപ്പോൾ അതിൽ ആൻ്റണി പെരുമ്പാവൂർ ചെയ്ത കഥാപാത്രമുണ്ട്,
ആള് ഒരു സമയത്ത് ഭൂതത്തിനെ നോക്കുന്നുണ്ട്. അതായത് ഒരിക്കലും ആ ആളെ നോക്കാൻ പാടില്ലാത്തൊരു സാഹചര്യമാണത്. എങ്ങനെ നോക്കി? എൻ്റെ തമ്പുരാനേ, ആളുടെ തമ്പുരാനാണല്ലോ എപ്പോഴും. ആ ഒരു രീതിയിൽ നമുക്ക് ഫീൽ ചെയ്തത്. പിന്നെ ലാലേട്ടൻ തന്നെ എത്ര പ്രാവശ്യം സ്ക്രീനിലോട്ട് നോക്കുന്നു. ലാലേട്ടൻ അത് അടുത്തത് പറഞ്ഞുതരാം. അതായത് ക്യാമറ ഇങ്ങനെ തിരിഞ്ഞ് വന്ന് ഇവിടെ വന്ന് നിൽക്കും. അപ്പോൾ ആ സമയത്ത് ഒരു മറുപടി കിട്ടി, ഒരു ചോദ്യം അല്ലെങ്കിൽ ഒരു ഡയലോഗ് അവിടെ വന്നിട്ടുണ്ട്, അതിന് മറുപടി കൊടുക്കണം. പക്ഷെ ആളുടെ ഉള്ളിൽ ഇതിങ്ങനെ കറങ്ങുന്നുണ്ടല്ലോ, വരട്ടെ വരട്ടെ വരട്ടെ, റെഡി റെഡി റെഡി, ഇവിടെ എത്തി, ഇനി പറയാം എന്ന് തോന്നിയിട്ട് എന്നിട്ട് അതിന് മറുപടി കൊടുക്കുകയാണ്. ഇതാണ് മേക്കിങ്ങിൻ്റെ മോശം എന്ന് പറഞ്ഞ സാധനം. ശരിക്കും മേക്കിങ്ങിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് പറയാണ്, ഈ ഒരു സംഭവത്തില് ഇപ്പൊ ഈ ഒരു ജസ്റ്റ് ഒരു സാധനം പറഞ്ഞാണ് ഈ കറങ്ങി വരുന്നു എന്നുള്ളത്. അതെ, ജസ്റ്റ് ഇത് ഒരു സാധനം, ഒരു കീ എടുത്തിട്ട് കൊടുക്കുന്ന ഒരു സംഭവം ഉണ്ട്. കിഴിയല്ല, കീ, അതായത് ചാവി. ആ ചാവി കൊടുക്കാൻ വേണ്ടിട്ട് ഒരു 10 മിനിറ്റിന്റെ അടുത്തെങ്കിലും എടുത്തിട്ടുണ്ടാവും. അതെ, ഇരിക്കുകയാണ് നമ്മള് അവിടെ ഇരുന്നിട്ട്. അത് ഇന്നലത്തെ ഇതിനകത്തും പറഞ്ഞു, കമന്റുകൾ കേൾക്കണം. ഇത്രേ ഉള്ളൂ. അതായത് ആ കീ എന്തുകൊണ്ട് വാങ്ങുന്നില്ല, എന്താണ് തനിക്കുള്ള ആ ഒരു അവിടെ ഒരു പ്രതിസന്ധി വരണം അത് വാങ്ങാതിരിക്കാൻ. അപ്പോൾ അത് എന്ത് എന്ന് പറയുന്നൊരു, അത് നമ്മുടെ ഉള്ളിലേക്ക് കൺവേ ചെയ്യുന്നൊരു സ്പീഡോ അല്ലെങ്കിൽ അതിനെ വേഗത്തിൽ നമ്മളെ മുഷിപ്പിക്കാത്ത രീതിയിൽ നമ്മുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുക എന്നുള്ളത് കൺവേ ചെയ്യുക. ആ സാധനത്തിന് എടുക്കുന്ന ഒരു പ്രശ്നം അതുതന്നെയാണ്. ഇനി വേറൊന്ന്, ഇപ്പോൾ ഒരു മരത്തിൻ്റെ ഒരു തടി, അതിനിപ്പുറത്ത് അപ്പുറത്ത് നിന്നൊരു സമയത്ത് ആൾ അതിന് ശേഷം കയറി വരുന്ന സാധനം കുട്ടി കുറേ സ്ഥലങ്ങളിലുണ്ട്. പിന്നെ ആക്ഷൻ തൂക്കിയിറക്കി ഇങ്ങനെ ഇറക്കി വലിച്ച് കയറ്റി ഇത് ചെയ്യുന്നത് പോലെയുള്ള ആക്ഷൻ രംഗങ്ങൾ, അത് കറക്റ്റ് നമുക്ക് മനസ്സിലാവും. അതെ, അതായത് മറ്റേ പോർച്ചുഗീസുകാരൻ ഇങ്ങനെ കിടക്കുന്നുണ്ട്, ഇങ്ങനെ കിടക്കുന്നത് കറക്റ്റ് നമുക്ക് തന്നെ തോന്നും, കെട്ടി തൂക്കിയിട്ടേക്കുന്നത്. പിന്നെ ഇതിന്റെ ഒക്കെ അപ്പുറത്ത് വേറൊരു കാര്യം കൂടി പറഞ്ഞുതരാം. ലാലേട്ടന്റെ ക്യാരക്ടർ ഒരു ഭൂതമാണ്. ഭൂതം വരുന്നു, ആ പെൺകുട്ടിനോട് സംസാരിക്കുന്നു, ആ പെൺകുട്ടീന്റെ ഒരു എക്സ്പ്രഷനോ അല്ലെങ്കിൽ ഭൂതോ എന്നുള്ളൊരു നമുക്കൊരു സാധനം തോന്നുന്നു. അങ്ങനത്തെ എക്സ്പ്രഷൻ എവിടെയില്ല. ഇതിലെ ഒരു സോങ് ഉണ്ട്, അത് ഒന്നല്ല കുറെ സോങ് ഉണ്ട്. സോങ്ങിനെ കുറിച്ച് പറയാതിരിക്കാതെ സോങ് പാടി എൻ്റെ മുന്നിൽ ലാലേട്ടാ എന്താണിത്. സത്യം പറയാം, നിങ്ങളുടെ സൗണ്ടിൽ ഈ സോങ് കേൾക്കുമ്പോൾ ഭയങ്കര വൃത്തികേടാണ്. നിങ്ങൾ എന്താ മനസ്സിലാക്കാത്തത്? അതെന്തോ പോട്ടെ. അപ്പോൾ ഈ ഒരു സോങ്, അതായത് ഏതാണ്, മനമേ സോങ്ങിൽ ഈ വീഡിയോ വന്നതായിരിക്കും അല്ലേ? ഇത് യൂട്യൂബിൽ വന്നിട്ടുണ്ടോ? അതായത് ലിറിക്കൽ വീഡിയോ ആയിട്ടാണോ അതോ ലിറിക്കലാണെന്ന് തോന്നുന്നു കേട്ടോ. ഓക്കെ, എന്നാൽ അതിലെ സ്പോയിലറൊന്നും പറയുന്നില്ല. ഒരു സമയത്ത് ആ ഒരു സോങ്ങിൽ ആളുടെ ഡ്രസ്സ് അങ്ങ് മാറും, അതായത് നമ്മുടെ ഭൂതം മാറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ സാധാരണ പോലെ നോർമലായിട്ടിരിക്കുന്നു. ഈ കോസ്റ്റ്യൂം മാറിയതിൽ ഇവർക്ക് അത്ഭുതമൊന്നുമില്ല. കാരണം അത് സാധാരണ പോലെ അങ്ങനെ മാറാനുള്ള കഴിവുള്ള ഒരാളാണ് ഈ കുട്ടി, അല്ലല്ലോ. അങ്ങനത്തെ കുറെ സാധനങ്ങളുണ്ട്. പിന്നെ ലാലേട്ടൻ്റെ അടുത്തോട്ട് നടന്നു പോകുന്ന ഒരു വെള്ളത്തിലൂടെ നടന്നു പോകുന്ന സീന്, ആള് വെള്ളത്തിന്റെ മുകളിലൂടെ നടന്നു പോകുമ്പോൾ ഇത് താഴും എന്നുള്ള ബോധമൊന്നുമില്ലാത്ത കുട്ടിയാണത്. അങ്ങനെ കുറെ സംഭവങ്ങൾ. ഒരു അത്ഭുതം എന്ന് പറഞ്ഞ സാധനം ആർക്കുമില്ല, കാണുന്ന നമുക്കും ഇല്ല. അതാണ് സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. ഒരു അത്ഭുതം തോന്നിയിട്ടില്ല. ഇതിനകത്ത് ആകെ നമുക്ക് നമ്മളെ ഭയങ്കരമായിട്ട് ഞെട്ടിച്ചത് ഇതിന്റെ 3D മാത്രമേ ഉള്ളൂ. അത് അപ്പോഴും പറയുന്നു, ഇപ്പോഴും അത് തന്നെ പറയുള്ളൂ. അത് ഗംഭീരം. ഒരു സമയത്ത് ഒരു കോലിട്ട് ഇങ്ങനെ ഇളക്കുന്നുണ്ട്, ഒരു ചാവിട്ട് ഒരു സാധനം ചെയ്യുന്നതാണ്. എത്ര ടൈമാ! അത് മാത്രമല്ല, അത് എന്താ ചെയ്യുന്നത് അറിയോ? ഇതാണ് മേക്കിങ്ങിൽ ശ്രദ്ധിക്കണം എന്ന് പറയുന്ന സാധനം. അപ്പോൾ ശരിക്കത് ഇങ്ങനെ കറക്റ്റ് ഇങ്ങനെ പിടിച്ചാൽ മാത്രമേ അത് അതിലേക്ക് കയറുള്ളൂ. കാണിക്കുമ്പോൾ, അതായത് ലോങ് ഷോട്ട് വെച്ചിട്ട് ലാലേട്ടൻ്റെ ഭാഗം കാണിക്കുമ്പോൾ ആള് ഇങ്ങനെ, അതായത് ഇങ്ങനെയാണ് അതിൻ്റെ ആ കമ്പ് കയ്യിലുള്ള ചെരിഞ്ഞ നിൽക്കുന്നത്. എങ്ങനെ അത് കീറുന്നുള്ളത് നമുക്ക് തോന്നും. അത് പോട്ടെ, നല്ല സാമ്പാർ നമ്മുടെ ഈ നല്ല കീടിലും പായസളക്കൂലേ, നമുക്ക് ഫീൽ ചെയ്യുന്നത്. ചാവി നേരെ പോയിട്ട് ചാവിന്റെ ലോക്ക് ആളുടെ കയ്യിൽ തന്നെ ഉള്ളത്. അതെ, അത് നേരെ ഇങ്ങനെ കുത്തിയിട്ട് ഇങ്ങനെ തിരിക്കാനുള്ളതിന് അത് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഇറക്കിക്കൊണ്ട് അവിടുത്തെ, അതായത് നമ്മൾ കൈകാര്യം ചെയ്യേണ്ട മെഷീൻ ഉണ്ടല്ലോ, അത് ഇങ്ങനെയല്ല ഇരിക്കുന്നത്, നേരെ ഇങ്ങനെ ഇരിക്കും, താഴോട്ട് ഇങ്ങനെ ഇടണം. ഭയങ്കര രസകരമായ മേക്കിംഗ് ഒക്കെയാണ്. വിഷ്വലി അടിപൊളിയായിരുന്നു. കുറെ നമുക്ക് എന്താ വെച്ചാൽ അതിന്റെ ഒരു കളറിങ്ങും അതൊക്കെ ഭയങ്കര രസമായിട്ട് തരുന്ന കുറെ സാധനങ്ങൾ. കോസ്റ്റ്യൂമൊക്കെ കാണുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു. കോസ്റ്റ്യൂമൊക്കെ നന്നായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടോ ആ ഒരു പഴയ കാലഘട്ടത്തിലേക്ക് പോണ സമയത്ത് യൂസ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ. അതല്ലാതെ ഇതിന്റെ അപ്പുറത്തേക്ക് ഒരു സിനിമ എന്ന് പറഞ്ഞു വരുമ്പോൾ നമുക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാത്ത സിനിമയായിരുന്നു.
അതങ്ങനെ തന്നെയാണ്. കണ്ട ആൾക്കാർക്ക് അറിയാൻ പറ്റും കേട്ടോ. നിങ്ങൾ കണ്ട ആൾക്കാരാണ് ഈ പറയണത്. അതെ. അല്ലാതെ കാണാതെ പല ആൾക്കാരും വന്നിട്ട് പലതും പറയുന്നുണ്ട്. കണ്ടാലേ അറിയുള്ളൂ. ഈ 2025 സോറി 2024 ആയിട്ടുള്ളൂ അല്ലേ? 2024 ആയിട്ടുള്ളൂ അല്ലേ? അതെ, സോറി. അപ്പോൾ ഈ 2024 2 സിനിമയാണ് ലാലേട്ടൻ്റെതായിട്ട് വന്നത്. ഒന്ന് മലൈക്കോട്ടെ വാലിബൻ, ഇപ്പോൾ ദാ ബറോസ്. ഈ മലൈക്കോട്ടെ വാലിബൻ നമുക്ക് ഇഷ്ടപ്പെടാത്ത സിനിമയാണെങ്കിലും ഈ സിനിമയിൽ ആളുടെ പെർഫോമൻസ്, ആളുടെ ക്യാരക്ടർ ഒരു ഒന്നൊന്നര ക്യാരക്ടറായിരുന്നു. ഇത് നമ്മൾ അന്ന് മുതലേ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ മാറ്റി പറയുന്നതല്ല, അന്നും പറഞ്ഞാൽ ലാലേട്ടൻ അതിനകത്ത് പെർഫോം ചെയ്തിരിക്കുന്നത് വേറെ ലെവലാ. അപ്പോൾ ആ സാധനം പോലും ഇതിലില്ല. അതെ, മറ്റേത് നമുക്ക് എന്തെങ്കിലുമൊക്കെ നല്ലത് അപ്പോഴും ഉണ്ടാവുമായിരുന്നു. ഇന്നലത്തെ റിവ്യൂല് നമ്മൾ പറഞ്ഞൊരു സംഭവം ഉണ്ട്. ചില സമയത്ത് ഇത് ലാലേട്ടനാണോ എന്ന് തോന്നിപ്പോവുക. കാരണം ലാലേട്ടൻ ഇനി എത്ര പൊട്ടിയ സിനിമ ആയിക്കോട്ടെ, ലാലേട്ടന്റെ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ അത് ഭീകരമായിരിക്കും. ഇതിനകത്ത് എന്താ ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലാലേട്ടൻ ഡയറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ലാലേട്ടൻ അഭിനയിക്കുന്നതായിട്ട് നമുക്ക് തോന്നിയിട്ടില്ല. സ്ക്രീനിൽ കയറിയിട്ട് ഡയറക്റ്റ് ചെയ്യാം. പല കാര്യങ്ങളും ഇങ്ങനെ എടുത്തെടുത്ത് ഇങ്ങനെ മറുപടി പറയുന്നു. പക്ക സാധാ പറഞ്ഞുകൊണ്ടൊരു സംഭവങ്ങൾ പോലും പറയുന്നില്ല. അത്രയ്ക്കും എന്താ പറയുക, സംഭവം എന്തെങ്കിലുമൊക്കെ ഒരു ആള് അപ്പുറത്ത് ഡയറക്ടർ എന്നുള്ള രീതിയിൽ ഉണ്ടാവുമായിരുന്നു. നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഭാരം ഇറക്കി വെച്ച് കൊടുക്കാനായിട്ട്. ഇത് പക്ഷേ ഇത് അങ്ങനെ ഇറക്കി വെച്ചാലും അത് ലാലേട്ടന്റെ കയ്യിൽ തന്നെ. കാരണം ഡയറക്ടർ ആൾ തന്നെ ഇത് മൊത്തത്തിൽ ലാലേട്ടൻ തന്നെ ഏറ്റെടുക്കേണ്ട അവസ്ഥ. ലാലേട്ടന്റെ ആ സിനിമയിലെ ലാസ്റ്റത്തെ ഡയലോഗ് പോലെ തന്നെ ഇതൊക്കെ ഞാൻ അനുഭവിക്കേണ്ടതാണെന്ന് പറയുന്നത്. ഇതൊക്കെ ആളുടെ വിധിയാണ്, നിയോഗമാണ്. അതാണ്, അത് തന്നെയാണ് ശരിക്കും. എന്തിനായിരുന്നു ലാലേട്ട എന്ന് മാത്രമേ നമുക്ക് ചോദിക്കാനുള്ളൂ. ഇഷ്ടം കൊണ്ടാണ് ഈ ചോദിച്ചോണ്ട്, സ്നേഹം ഉള്ളത് കൊണ്ടാട്ടോ, സത്യമായിട്ടും. ശരിക്കും നിങ്ങൾ ഡയറക്റ്റ് ചെയ്യരുത് എന്നുള്ള ഒരു ഇതിലും ഞങ്ങൾക്ക് ഏത് സമയത്തും തോന്നിയില്ല. പക്ഷെ നമ്മുടെ മനസ്സിൽ തോന്നിയത് എന്തിന് ഇങ്ങനത്തെ ഒരു സാധനം ചെയ്തു. അല്ലാതെ എത്ര നല്ല കിടിലൻ സാധനം, അതായത് നോർമലായിട്ടുള്ള സ്റ്റോറി, സാധാരണക്കാരനായിട്ടുള്ളത് ഏതെങ്കിലും ആയാൽ പോലും ഗംഭീരമായിട്ട് വന്നേനെ. ഈ ഒരു സ്റ്റൈലൊക്കെ വെച്ചിട്ട് ഒരു നോർമൽ സ്ക്രിപ്റ്റ് ആയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ സാധാരണ ഒരു സിനിമ ആയിരുന്നെങ്കിൽ എന്താ അടിപൊളിയായിട്ട് ചെയ്തേനെ. അതാണ് നമുക്ക് തോന്നിയിട്ടുള്ളത്. എന്തായാലും ഇങ്ങനത്തെ ഒരു സാധനം പിടിച്ചതാണ് ഇതിന്റെ ഏറ്റവും വലിയ പരാജയം. ആളുടെ മൈൻഡ് ഇങ്ങനെയാണ്, ആളുടെ ലോകം ഇങ്ങനെ, ആളുടെ ചിന്താഗതി മൊത്തം ഇങ്ങനെ ഒരു വേറൊരു മാജിക്കൽ വേൾഡിൽ ജീവിക്കുന്ന ആളാണ്. അതുകൊണ്ട് മാജിക് ചെയ്യാനായിട്ട് ഇറങ്ങി തിരിച്ചതൊക്കെ ഓർമ്മല്ലേ. പിന്നെ അപ്പൊ അങ്ങനത്തെ ഒരു മൈൻഡിലുള്ള ഒരാളാണ്. അതുകൊണ്ടാണ് ഈ ഒരു രീതിയിലുള്ള അപ്രോച്ച്. പക്ഷെ എന്തായാലും പാളി പോയിട്ടുണ്ട്. എന്താണെങ്കിലും കാണാത്തവര് പോയി കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറയാട്ടോ. എന്തായാലും ഞങ്ങൾ പോവാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. ഇത് ഒരിക്കലും OTT-യിലേക്ക് വെയിറ്റ് ചെയ്യരുത്. കാരണം OTT-യിൽ വന്നാൽ അതിന്റെ 3D കിട്ടില്ല, 3D എഫക്റ്റ് ഉണ്ടാവൂല, അത് തിയേറ്ററിലേ കിട്ടുള്ളൂ. അതെ.